Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ഇൻകം ടാക്സിലുള്ള ഇൻകം ഫ്രം അതർ സോഴ്സസ് ദ ലാസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം അതിലെ തിയറിയും അതേപോലെ അതിൻ്റെ കമ്പ്യൂട്ടേഷനും ഒക്കെ എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യം നോക്കാം ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്താണ്. ശരിക്കും നമ്മൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം പഠിച്ചില്ലേ, ഇതിലെ ലാസ്റ്റ് ഹെഡാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പം 5th ഹെഡാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്നത്. an income which does not fall under the first 4 heads of income. ഫസ്റ്റ് 4 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ വരാത്തൊരു ഇൻകം എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് 4 ഹെഡ്സ് ഓഫ് ഇൻകം: ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ. ഈ 4 വരാത്ത എല്ലാ ഇൻകവും നമ്മൾ കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും: ജനറൽ ഇൻകം ആൻഡ് സ്പെസിഫിക് ഇൻകം. അതിൽ ഓരോന്നിൽ എന്തൊക്കെ വരുന്നത് നോക്കാം. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് വേറൊരു ഹെഡിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ഇൻകം അതാണ് നമ്മൾ ഇവിടെ ഇടുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബാങ്കിൽ എമൗണ്ട് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഇൻട്രസ്റ്റ് നമുക്ക് സാലറി എന്ന് പറയാൻ പറ്റില്ല, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം അല്ല, പ്രോഫിറ്റ്സ് ഓഫ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷണൽ അല്ലേ, ബിസിനസ്സും പ്രൊഫഷനും ഒന്നല്ല നമ്മൾ നടത്തിയത്. ക്യാപിറ്റൽ ഗെയിൻ ആണെന്ന് പറയാൻ പറ്റും, അസെറ്റ് സെയിൽ ചെയ്ത് കിട്ടിയതും അല്ല. അപ്പോൾ പിന്നെ അതിനൊക്കെ നമ്മൾ വേറൊരു ഹെഡിലേക്ക് മാറ്റും. ആ ഹെഡാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇതിൽ നമുക്ക് എവിടുന്ന് ഇൻകം കിട്ടിക്കഴിഞ്ഞാലും ഈ 4 സെക്ഷൻ അല്ലാതെ വേറെ എവിടുന്ന് ഇൻകം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഇതിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അതിനെന്തായാലും ടാക്സബിൾ ആവും. അപ്പം അതൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ്. ഇപ്പോൾ ജനറൽ ഇൻകം എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇൻകത്തിന്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ജനറൽ ഇൻകത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. ഒന്നാമത്തെ അഗ്രികൾച്ചർ ഇൻകം ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിലല്ല, ഔട്ട്സൈഡ് ഇന്ത്യയിൽ വരുന്ന അഗ്രികൾച്ചർ ഇൻകം മാത്രമേ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ്, റിസീവ് ഫ്രം എ പേഴ്സൺ അതർ ദാൻ എംപ്ലോയർ. ഡയറക്റ്റ് നമ്മൾ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിസീവ് ചെയ്താൽ അത് സാലറിയിൽ കാണിക്കേണ്ടല്ലേ. അതല്ലാതെ നമ്മൾ എംപ്ലോയറുടെ കയ്യിലല്ലാതെ വേറെ എവിടെന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും റിസീവ് ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കോളേജിൽ ഒരു ടീച്ചർ വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ കോളേജിലെ മാനേജ്മെന്റ് ആയിരിക്കും സാലറി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആണെങ്കിൽ ഗവൺമെന്റ് സാലറി റിസീവ് ചെയ്യും. ആ സെയിം ടീച്ചർ എക്സാമിന്റെ പേപ്പർ വാല്യൂഷൻ അല്ലെങ്കിൽ എക്സാമിനർഷിപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഡ്യൂട്ടീസിന് പോവുകയാണെങ്കിൽ അപ്പോൾ അതിനുള്ള പേയ്മെന്റ് റെമ്യൂണറേഷൻ കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഇപ്പോൾ ഈ എംപ്ലോയർ അല്ല, വേറൊരാളാണ് ആ പേയ്മെന്റ് കൊടുത്തത് അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം? റിസീവ് ഫ്രം എ പേഴ്സൺ അതർ ദാൻ എംപ്ലോയർ ആയതുകൊണ്ട് നമ്മുടെ അതർ സോഴ്സസിൽ കാണിക്കും. അതുപോലെ തന്നെ റെമ്യൂണറേഷൻ ടു MP ഓർ MLA. അപ്പോൾ ഇതൊക്കെ MP ഓർ MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡയറക്റ്റ് എംപ്ലോയറുടെ കയ്യിൽ നിന്നല്ല അവർക്ക് സാലറി റിസീവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്, ഗ്രൗണ്ട് റെന്റ് എക്സെട്ര. സബ്ലെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ റെന്റിനെടുത്തൊരു ബിൽഡിംഗ് നമ്മൾ വേറൊരാൾക്ക് ലെറ്റ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണർ അല്ല അല്ലേ. ഓണർ ആണെങ്കിൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ഹെഡായ ഹൗസ് പ്രോപ്പർട്ടിയിൽ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇവിടെ കാണിക്കണം. നെക്സ്റ്റ്, ഇൻകം ഫ്രം റോയൽറ്റി. നെക്സ്റ്റ്, ഏജൻസി കമ്മീഷൻ, മീറ്റിംഗ് ഫീ, സിറ്റിംഗ് ഫീ ഓർ ഡയറക്ടേഴ്സ് ഫീ. ഇപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ സിറ്റിംഗ് ഫീ എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അതൊക്കെ ഇവിടെ കാണിക്കാം. നെക്സ്റ്റ്, ഫാമിലി പെൻഷൻ. നെക്സ്റ്റ്, ഓൾ ടൈപ്സ് ഓഫ് കാഷ്വൽ ഇൻകം എക്സെപ്റ്റ് വിന്നിംഗ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, കാർഡ് ഗെയിംസ് ആൻഡ് ബെറ്റിംഗ്. അപ്പോൾ ഇതൊന്നും അല്ലാത്ത ബാക്കി വരുന്ന എല്ലാ കാഷ്വൽ ഇൻകംസും. നെക്സ്റ്റ്, ഓൾ ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് എക്സെപ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് അല്ലാത്ത ബാക്കി എല്ലാ ഇൻട്രസ്റ്റും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഇവിടെ വരുന്നതെന്നല്ലാതെ അടുത്ത ഹെഡിൽ വരും, പഠിക്കേണ്ട. അടുത്ത ഹെഡ് എന്ന് വെച്ചാൽ ഈ ഇൻകത്തിന് 2 ഗ്രൂപ്പില്ല, അപ്പോൾ അടുത്ത ഗ്രൂപ്പിൽ വരും. ഇനി ഇതിൽ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി അല്ലാത്ത ബാക്കി എല്ലാ ഇൻട്രസ്റ്റും ഏതൊക്കെ വരും നമുക്ക് ഇവിടെ? ബാങ്ക് ഇൻട്രസ്റ്റ്, പോസ്റ്റ് ഓഫീസ് സേവിങ്സിൻ്റെ ഇൻട്രസ്റ്റ്, പിന്നെ നമ്മുടെ പേഴ്സണൽ ലോൺസിൻ്റെ മേലെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇവിടെ കാണിക്കണം. നെക്സ്റ്റ്, റെമ്യൂണറേഷൻ ഫോർ കൺസൾട്ടൻസി സർവീസസ്, ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് റീഫണ്ട്, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. നമ്മൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടൊക്കെ നമ്മൾ എവിടെയാണ് കാണിക്കാറുള്ളത്? നമ്മുടെ സാലറിയിൽ കാണിക്കും അല്ലേ. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു അൺറെക്കഗ്നൈസ്ഡ് ഫണ്ട്, അപ്പോൾ അത് മാത്രം നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ്, അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള സോഴ്സ് എവിടുന്ന് ഇൻകം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ കാണിക്കണമല്ലോ. അപ്പോൾ 4 ഹെഡിൽ അല്ലെങ്കിൽ ഇവിടെ കാണിക്കണം. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഏൺഡ് പ്രയർ ടു കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ഇപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഇൻകം, അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ കാണിക്കാൻ പറ്റില്ല, അതിവിടെ കാണിക്കാം. റെമ്യൂണറേഷൻ റിസീവ്ഡ് ഫോർ റൈറ്റിംഗ് ആർട്ടിക്കിൾസ് ഇൻ ജേർണൽസ്. അപ്പോൾ എന്തെങ്കിലും ആർട്ടിക്കിൾസ് എഴുതിയതിൻ്റെ റെമ്യൂണറേഷൻ റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിവിടെ കാണിക്കാം. നെക്സ്റ്റ്, രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന സ്പെസിഫിക് ഇൻകം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ഡിവിഡൻഡ് ഫ്രം കമ്പനീസ്.
അതിനെ കുറിച്ച് കണ്ടീഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. Income from winning from lottery, crossword puzzles, race including horse race, card games or games of any sort. അപ്പം എന്തൊക്കെ ഗെയിം അതുപോലെ ബെറ്റിംഗ്, ലോട്ടറി, അങ്ങനത്തെ ക്രോസ്വേർഡ് പസിൽസ് എല്ലാം ഇതിനകത്ത് തന്നെ വരുന്നത്. നെക്സ്റ്റ്, എമൗണ്ട് റിസീവ്ഡ് ആസ് ഗിഫ്റ്റ് ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ് എക്സീഡിങ് 50,000. അപ്പോൾ ഗിഫ്റ്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അതും നമ്മൾ ടാക്സബിൾ ആണ്. 50,000ൻ്റെ മേലെയുള്ള ഗിഫ്റ്റ്, അത് ക്യാഷ് ആണെങ്കിലും കൈൻഡ് ആണെങ്കിലും അതിനും കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഓർ ഫർണിച്ചർ വേർ ഇറ്റ് ഈസ് നോട്ട് എ റെഗുലർ ബിസിനസ് ഇൻകം. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി ലെറ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ബിസിനസ് ഇൻകത്തിൽ വരും. അതല്ലാതെ നമ്മൾ വെറുതെ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ലെറ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് അതർ സോഴ്സസിൽ കാണിക്കണം. നെക്സ്റ്റ്, ഇൻകം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി ഇഫ് ഇറ്റ് cannot be chargeable under income from salaries or income from business. ഇപ്പോൾ കീമാൻ ഇൻഷുറൻസ് പോളിസി നമ്മൾ ഇൻകം ഫ്രം സാലറീസിലോ അല്ലെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ്സിലോ കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളിവിടെ കാണിക്കും. നെക്സ്റ്റ്, ഇൻകം ഫ്രം ലെറ്റിംഗ് ബിൽഡിംഗ് അലോങ് വിത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫർണിച്ചർ ഇഫ് റെന്റ് ഈസ് ഇൻസെപ്പറബിൾ. ചില സമയത്ത് നമ്മൾ ബിൽഡിങ്ങിൻ്റെ കൂടെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിയും കൂടെ ലെറ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് അത് ഇൻസെപ്പറബിൾ ആണെങ്കിൽ, രണ്ടിൻ്റെയും സെപ്പറേറ്റ് നമുക്ക് റെന്റ് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളിവിടെ കാണിക്കണം. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. പിന്നെ ലാസ്റ്റ് പറയുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കോമ്പൻസേഷൻ ഓർ ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. അപ്പോൾ എന്തെങ്കിലും കോമ്പൻസേഷൻ്റെ പുറത്ത് നമുക്ക് റിസീവ് ചെയ്യുന്ന എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ കാണിക്കണം. അപ്പം ബേസിക്കലി നമ്മൾ നോക്കേണ്ടത് ഈ 4 ഹെഡിലും വരാത്ത വല്ല ഐറ്റം ആണോ, അങ്ങനെയാണെങ്കിൽ നേരെ എടുത്ത് ഇതിൽ കാണിച്ചാൽ മതി. കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഡിവിഡൻറ്റിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് നോക്കാം. അതിൽ ടാക്സേഷൻ എങ്ങനെ വരുന്നതെന്ന്. ഒന്നാമത്തെ, ഡിവിഡൻഡ് ഇൻക്ലൂഡിങ് ഡീംഡ് ഡിവിഡൻഡ് ഫ്രം എൻ ഇന്ത്യൻ ഓർ ഫ്രം മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ നമ്മൾ ഡീംഡ് ഡിവിഡൻഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിവിഡൻഡ് വരുവാണെങ്കിൽ ഇറ്റ് ഈസ് എക്സംപ്റ്റ് അപ് ടു ₹10 lakh ഫ്രം ഇൻകം ടാക്സ് സെക്ഷൻ നമ്പർ 10. സെക്ഷൻ നമ്പർ 10ൽ പറയാണ് 10 lakhs വരെ എക്സംപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. The company or mutual fund is liable to pay dividend distribution tax at 15% plus surcharge 5% and 3% education cess of dividend. Thus a total of 16.2225% of dividend paid is payable as distribution tax by the distributing company and not by the shareholder. അപ്പോൾ ഷെയർഹോൾഡർ അല്ല ആ സമയത്ത് പേയ്മെൻറ്റ് നടത്തേണ്ടത്, ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 10 lakh വരെയുള്ള ഡിവിഡൻറ്റിൻ്റെ മേലെ ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ ടാക്സബിൾ അല്ല. ഇഫ് ഡിവിഡൻഡ് എക്സീഡ്സ് 10 lakh ഇറ്റ് വിൽ അട്രാക്ട് 10% ടാക്സ്. 10 lakhൻ്റെ മേലെ വരുവാണെങ്കിൽ 10% ടാക്സ് വരും. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി. ദ ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എ ഫോറിൻ കമ്പനി ഈസ് ഫുള്ളി ടാക്സബിൾ ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇനി ഫോറിൻ കമ്പനിയിൽ നിന്ന് റിസീവ് ചെയ്യുന്നതാണെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞ ഇന്ത്യൻ കമ്പനിയാണ്, ഇനി ഫോറിൻ കമ്പനിയിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഡിവിഡൻഡ് ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, ഡിവിഡൻഡ് ഫ്രം എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ the dividend received from a cooperative society is fully taxable and included in the income from other sources. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ എങ്ങനെയാണോ ഫോറിൻ കമ്പനി ചെയ്യുന്നത് അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ ഫുള്ളി ടാക്സബിൾ ആണ്, അത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ആഡ് ചെയ്യണം. ഇപ്പം നെക്സ്റ്റ് കണ്ടീഷൻസ് നമ്മൾ നോക്കേണ്ടത് ഇൻകം ഫ്രം വിന്നിങ് ഫ്രം ലോട്ടറീസ്, ക്രോസ്വേർഡ് പസിൽസ്, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഹോഴ്സ് റേസ്, കുറേ ഗെയിംസ്, ബെറ്റിംഗ്, എല്ലാത്തിൻ്റെയും അതിൻ്റെയൊക്കെ കണ്ടീഷൻസ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഇതെല്ലാം ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്. ഒന്നാമത്തെ, നോ എക്സ്പെൻസ് ആർ അലൗഡ് ടു ഡിഡക്ട് ഫ്രം സച്ച് ഇൻകം. അപ്പോൾ സാധാരണ നമുക്ക് വേറെ എവിടെന്നെങ്കിൽ ഇൻകം കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സ്പെൻസസ് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി മാത്രം ടാക്സബിൾ ആക്കിയാൽ മതി. പക്ഷേ ഈ കേസിൽ പറഞ്ഞാൽ നമുക്ക് എക്സ്പെൻസസ് ഒന്നും ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് ലോട്ടറി അടിച്ചു, ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്ത പൈസ അതിൽ നിന്ന് മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് മൈനസ് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് എമൗണ്ട് ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, ടാക്സ് വിൽ ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് at 30%. നോർമലി ടാക്സ് ഡിഡക്ട് ചെയ്യുന്ന 30% ആണ്. അപ്പോൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. ഇഫ് ഇൻകം ഫ്രം വിന്നിങ് ഫ്രം ലോട്ടറി, അപ്പോൾ 10,000 കൂടുതലാണെങ്കിലാണ് ഇങ്ങനെ ടാക്സ് ഡിഡക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹോഴ്സ് റേസ് ആണെങ്കിൽ 5,000 മേലെ ആണെങ്കിൽ ടാക്സ് ഡിഡക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ടാക്സ് ഡിഡക്ട് ചെയ്ത എമൗണ്ട് അല്ല കാണിക്കേണ്ടത്, ഗ്രോസ് എമൗണ്ട് തന്നെ കാണിക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 1 lakh ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ 30% ടാക്സ് എന്തായാലും പോവും, ബാക്കി 70,000 നമ്മൾ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ 70,000 ആണ് നമ്മൾ കയ്യിൽ കിട്ടുന്നതെങ്കിലും നമ്മൾ 70,000 അല്ല ഈ ടാക്സ് കമ്പ്യൂട്ടേഷനിൽ കാണിക്കേണ്ടത്, ഫുൾ എമൗണ്ട് കാണിക്കണം, 1 lakh തന്നെ കാണിക്കണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റിൽ പറയാണ്
നമുക്ക് റിസീവ് ചെയ്ത എമൗണ്ടാണ് ക്വസ്റ്റിൽ തരുന്നത്. 70,000 മാത്രമേ തരുന്നുള്ളൂ എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എങ്ങനെ ഫുൾ എമൗണ്ട് കണ്ടുപിടിക്കും? അതിനുള്ള ഇക്വേഷനാണ് താഴെ തന്നിരിക്കുന്നത്. നെറ്റ് എമൗണ്ട് ഇൻറ്റു 100/100 മൈനസ് TDS റേറ്റ്. സിംപ്ലി പറയുകയാണെങ്കിൽ 70,000 കിട്ടിയെങ്കിൽ 70,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ, നമുക്ക് 30% കഴിഞ്ഞ് ബാക്കി 70% ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇൻറ്റു 100 ഡിവൈഡ് ബൈ 70 എടുക്കണം ആ സമയത്ത്. ഇനി നെക്സ്റ്റ് ഗിഫ്റ്റിന്റെ കാര്യത്തിൽ കുറച്ച് കണ്ടീഷൻസ് വരുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഗിഫ്റ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് മണി ഓർ പ്രോപ്പർട്ടി മെയ്ഡ് വളണ്ടറിലി ഓർ വിത്തൗട്ട് കൺസിഡറേഷൻ ബൈ വൺ പേഴ്സൺ ടു അനദർ. ഇപ്പോൾ ഒരാൾ വേറൊരാൾക്ക് വിത്തൗട്ട് കൺസിഡറേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം വിത്ത് കൺസിഡറേഷൻ ആണെങ്കിൽ നമ്മൾ സെയിലായി പോകും. അപ്പം വിത്തൗട്ട് കൺസിഡറേഷൻ വരുന്നതാണ് നമ്മൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് ഈസ് ടാക്സബിൾ സബ്ജക്ട് ടു ദ ഫോളോയിങ് എക്സെപ്ഷൻസ്. അപ്പോൾ കുറച്ച് എക്സെപ്ഷൻസ് വരുന്നുണ്ട് അതിനകത്ത്. ഒന്നാമത്തത്, ദ വാല്യൂ ഗിഫ്റ്റ് received during the previous year does not exceed 50,000. ഇപ്പോൾ 50,000 കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? അതിനാ ടാക്സബിൾ ആക്കേണ്ട, എക്സെപ്ഷൻ ആണ്. നെക്സ്റ്റ്, ഗിഫ്റ്റ് ഫ്രം എ റിലേറ്റീവ്. ഒരു റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്നുള്ള ഗിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ടാക്സബിൾ അല്ല. അപ്പോൾ റിലേറ്റീവ് ആരാന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ്, ഗിഫ്റ്റ് ഓൺ ഒക്കേഷൻ ഓഫ് മാരേജ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. അപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് റിസീവ് ചെയ്യുന്ന ഗിഫ്റ്റ് ആണെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണ്ട. ഗിഫ്റ്റ് അണ്ടർ എ വിൽ ഓർ ബൈ വേ ഓഫ് ഇൻഹെറിറ്റൻസ്. ഒരു വില്ല് പ്രകാരം അല്ലെങ്കിൽ നമ്മൾ പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടൂലേ, അപ്പം അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുന്നില്ല അല്ലെ, ഗിഫ്റ്റ് തന്നെയാണ് അത്. അപ്പം അതൊക്കെ നമുക്ക് ടാക്സബിൾ അല്ല. ഗിഫ്റ്റ് ഇൻ കണ്ടംപ്ലേഷൻ ഓഫ് ഡെത്ത് ഓഫ് എ പെയർ ഓഫ് ദ പെയർ. അപ്പോൾ ഒരാളുടെ ഡെത്ത് കാരണം റിസീവ് ചെയ്ത എന്തെങ്കിലും ഗിഫ്റ്റ്. ഗിഫ്റ്റ് ഫ്രം ലോക്കൽ അതോറിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റ്. ഫ്രം എനി ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 12AA. അപ്പം അതേപോലെ തന്നെ എന്തെങ്കിലും ട്രസ്റ്റോ ഇൻസ്റ്റിറ്റ്യൂഷനോ വല്ലോ തന്ന ഗിഫ്റ്റ് ആണെങ്കിൽ രജിസ്റ്റേർഡ് ട്രസ്റ്റ് ആയിരിക്കണം. ഗിഫ്റ്റ് ഫ്രം എനി ഫണ്ട് ഓർ ഫൗണ്ടേഷൻ ഓർ യൂണിവേഴ്സിറ്റി ഓർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഹോസ്പിറ്റൽ ഓർ അതർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എനി ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഫേർഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 23. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഫണ്ടോ ഫൗണ്ടേഷനോ യൂണിവേഴ്സിറ്റിയോ അങ്ങനെ എന്തെങ്കിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അങ്ങനെ എവിടെന്നെങ്കിലും കിട്ടിയ ഗിഫ്റ്റ് ആണെങ്കിൽ. അപ്പം ഇത്രയും ഗിഫ്റ്റ് ടാക്സബിൾ അല്ല, ബാക്കി എല്ലാ ഗിഫ്റ്റും നമുക്ക് ടാക്സബിൾ ആണ്. ഇപ്പം ഗിഫ്റ്റ് എക്സീഡിങ് 50,000 ആയിക്കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആയി മാറും. ഇപ്പം നമ്മൾ ഗിഫ്റ്റിൻ്റെ കണ്ടീഷൻസിൽ പറഞ്ഞു, റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ടാക്സബിൾ അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് റിലേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ വേറെ ആരുടെ കയ്യിൽ നിന്ന്, ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഇതല്ലാത്ത ഏതെങ്കിലും റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സബിൾ ആണ്. അപ്പം ടാക്സബിൾ അല്ലാത്ത കേസ് വരുന്ന റിലേറ്റീവ്സ് നോക്കാം. ഒന്ന് സ്പൗസ് എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഓർ വൈഫ് അല്ലേ. നെക്സ്റ്റ്, ബ്രദർ ഓർ സിസ്റ്റർ. പിന്നെ ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് സ്പൗസ്, നമ്മുടെ ബ്രദർ ഓർ സിസ്റ്ററും അതേപോലെ തന്നെ സ്പൗസിൻ്റെ ബ്രദർ ഓർ സിസ്റ്ററും. ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് ഐദർ പാരൻസ്, പാരൻസിൻ്റെ ബ്രദർ ഓർ സിസ്റ്റർ. ഫാദർ, ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഇൻഡിവിജ്വൽ ഓർ സ്പൗസ്. അപ്പം ആ അസസിയുടെയോ അയാളുടെ സ്പൗസിൻ്റെതോ ഫാദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഇതേപോലെ തന്നെ മദർ, ഗ്രാൻഡ് മദർ, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. ആരുടെ ഇൻഡിവിജ്വലിൻ്റെയും വരാം, സ്പൗസിൻ്റെ വരാം. നെക്സ്റ്റ്, ബ്രദേഴ്സ് വൈഫ് ഓർ സിസ്റ്റേഴ്സ് ഹസ്ബൻഡ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഓർ സ്പൗസ്. രണ്ടുപേരുടെയും വരുന്നുണ്ട് കേട്ടോ, ബ്രദേഴ്സ് വൈഫും സിസ്റ്റേഴ്സ് ഹസ്ബൻഡും. നെക്സ്റ്റ്, ബ്രദേഴ്സ് വൈഫ് ഓർ സിസ്റ്റേഴ്സ് ഹസ്ബൻഡ് ഓഫ് ഐദർ പാരൻസ്. ഇതേപോലെ തന്നെ അവരുടെ പാരൻസിൻ്റെ ബ്രദറിൻ്റെ വൈഫും സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും ഒക്കെ. നെക്സ്റ്റ്, സൺസ് വൈഫ്, ഗ്രാൻഡ് സൺസ് വൈഫ് ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് സൺസ് വൈഫ്. സണ്ണിൻ്റെ വൈഫ് അതേപോലെ തന്നെ ഗ്രാൻഡ് സണ്ണിൻ്റെ വൈഫ്, ഗ്രേറ്റ് ഗ്രാൻഡ് സണ്ണിൻ്റെ വൈഫ്. നെക്സ്റ്റ്, സൺ, ഗ്രാൻഡ് സൺ ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് സൺ. അതേപോലെ തന്നെ സണ്ണ്, ഗ്രാൻഡ് സണ്ണ്, ഗ്രേറ്റ് ഗ്രാൻഡ് സണ്ണ്. റിലേറ്റീവ് ഓഫ് HUF മീൻസ് എനി മെമ്പർ ഓഫ് ദ ഫാമിലി. ഇനി HUFൻ്റെ ആണെങ്കിൽ, നമ്മളിപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ കാര്യമാണ് പറഞ്ഞത്, HUFൻ്റെ കാര്യമാണെങ്കിൽ അവിടെ ആരൊക്കെയാണ് ആ HUFലുള്ള മെമ്പർ, എല്ലാവരെയും ആ HUFൻ്റെ റിലേറ്റീവ് എന്നായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ നോക്കാം. സെക്യൂരിറ്റീസ് എ ഡോക്യുമെന്റ് അക്നോളജിങ് ഡെപ്റ്റ് ടേക്കൺ ഫ്രം പബ്ലിക്, സെക്യൂർഡ് ആൻഡ് ട്രാൻസ്ഫറബിൾ. ഇപ്പം നമ്മുടെ ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കടമാണ് അല്ലേ, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു കടമാണ്, അത് ട്രാൻസ്ഫറബിളും ആണ്. ഇറ്റ് മേ ബി ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓർ എ കമ്പനി. കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാം അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇഷ്യൂ ചെയ്യാം. ദി സെക്യൂരിറ്റീസ് മേ ബി ഡിബെഞ്ചർ ഓർ എ ബോണ്ട്. ഇപ്പോൾ ഡിബെഞ്ചർ ആയിട്ട് വരാം അല്ലെങ്കിൽ ബോണ്ട് ആയിട്ട് വരാം. അപ്പോൾ അതിൻ്റെ റൂൾസ് നോക്കാം. അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൻ്റെത് എങ്ങനെയാണ് വരുന്നത് എന്ന്. ഒന്നാമത്തെ, ഇൻട്രസ്റ്റ് എക്രൂസ് ഓൺ ദ ഫേസ് വാല്യൂ സെക്യൂരിറ്റി ആൻഡ് നോട്ട് ഓൺ ദ പ്രൈസ് പെയ്ഡ് ഓൺ
ടു പർച്ചേസ് ഇറ്റ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ആ സെക്യൂരിറ്റിയുടെ ഫേസ് വാല്യൂയുടെ മേലെയാണ്, അല്ലാണ്ട് നമ്മൾ അതിന് പർച്ചേസ് ചെയ്യാൻ കൊടുത്ത പ്രൈസ് അല്ല. ചിലപ്പം പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതല്ല കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഇറ്റ് accrues on a fixed date after a fixed interval which is generally 6 months. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ഡേറ്റിനാണ് അത് റിസീവ് ചെയ്യുന്നത്, എക്രൂ ആവുന്നത്. നോർമലി അത് 6 months ആയിരിക്കും. നെക്സ്റ്റ്, ഇറ്റ് accrues to the person whose name the security stands on the date of accrual. അപ്പോൾ ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ അത് എക്രൂ ആവുന്നത് ആരുടെ പേരിലാണ് സെക്യൂരിറ്റി കിടക്കുന്നത് അയാൾക്ക് മാത്രമേ അത് എക്രൂ ആയിട്ട് വരുള്ളൂ. Next, in case of sale or purchase of security, only the installment will accrue. നെക്സ്റ്റ് വരുന്നത് സെയിലോ പർച്ചേസ് സെക്യൂരിറ്റി നടക്കുകയാണെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ് എക്രൂ ആവുന്നത്. അതിലൊന്നാമത്തെ പറയുന്നത് ഇൻ ദ നെയിം ഓഫ് ദ സെല്ലർ വിച്ച് ഇസ് ഡ്യൂ ബിഫോർ ഡേറ്റ് ഓഫ് സെയിൽ. അപ്പോൾ ഡേറ്റ് ഓഫ് സെയിലിൻ്റെ മുന്നിൽ ഡ്യൂ ആയിരിക്കുന്നതെന്ന് വെച്ചാൽ ആ നെയിം ആ സെല്ലറിൻ്റെ നെയിമിലായിരിക്കും. വെച്ചാൽ എത്രയാണോ ഡേറ്റ് ഓഫ് സെയിൽ അതിൻ്റെ മുന്നത്തെ വരുന്ന എമൗണ്ട് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലേ, ഇതൊക്കെ നമ്മൾ അക്കൗണ്ട്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ടൈമിൽ വരുന്നത് സെല്ലറിൻ്റെ പേരിലും ഇൻ ദ നെയിം ഓഫ് ദ ബയർ വിച്ച് ഇസ് ഡ്യൂ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് പർച്ചേസ്, പർച്ചേസിന് ശേഷമുള്ളത് അത് നമ്മൾ ബയറിൻ്റെ പേരിലും വരും. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ടാക്സബിൾ ഓൺ ഡ്യൂ ബേസിസ് ആൻഡ് നോട്ട് ഓൺ റെസീറ്റ് ബേസിസ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ടാക്സബിൾ ആവുന്ന ഡ്യൂ ബേസിസിലാണ്. നമുക്ക് ഡ്യൂ ആയാൽ തന്നെ ടാക്സബിൾ ആവും, നമുക്കത് റിസീവ് ചെയ്യണം നിർബന്ധമില്ല. അപ്പോൾ സെക്യൂരിറ്റീസ് പല ടൈപ്സ് വരുന്നുണ്ട്. ഒന്നാമത്തെ വരുന്നത് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പോൾ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ദീസ് സെക്യൂരിറ്റീസ് ഈസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 15. അപ്പോൾ ഇതിൽ വരുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഹെൻസ് ദേ ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ ഇൻകം ഓർ ടാക്സ്. അതുകൊണ്ട് തന്നെ ഈ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റി വരുവാണെങ്കിൽ അത് നമ്മൾ കാൽക്കുലേഷനിൽ എടുക്കുകയോ വേണ്ട. ഏതൊക്കെ അതിൽ വരുന്നത് നോക്കാം. 12-year നാഷണൽ സേവിങ്സ് ആനുവിറ്റി സർട്ടിഫിക്കറ്റ്, നാഷണൽ ഡിഫൻസ് ഗോൾഡ് ബോണ്ട് 1980, സ്പെഷ്യൽ ബിയറർ ബോണ്ട് 1991, ട്രഷറി സേവിങ്സ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് 10 years, നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ് 10 years, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിൽ 3,500, ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ 7,000. നെക്സ്റ്റ്, പോസ്റ്റ് ഓഫീസ് ക്യുമുലേറ്റീവ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട് 15 years, ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട് 1999, സ്പെഷ്യൽ ഡെപ്പോസിറ്റ് സ്കീം 1981, പോസ്റ്റ് ഓഫീസ് ക്യാഷ് സർട്ടിഫിക്കറ്റ് 5 years. ഇത്രയാണ് നമ്മൾ പറയുന്ന ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വരുന്നത്. അപ്പോൾ ഇത്രയും സെക്യൂരിറ്റീസ് നമ്മൾ ക്വസ്റ്റിൽ വരുവാണെങ്കിൽ നമ്മൾ അത് കാൽക്കുലേഷനിൽ എവിടെ എടുക്കേണ്ടത്, അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ആദ്യത്തെ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. നെക്സ്റ്റ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. These securities are issued by central or state government. No tax is deducted at source on government securities, so the tax need not be grossed up. The interest on security is fully taxable. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞ ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഓൾറെഡി ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടൊന്നല്ല നമുക്ക് റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഗ്രോസ് അപ്പ് ചെയ്യേണ്ട. നമ്മൾ ഇതിൻ്റെ കാര്യം പറഞ്ഞു, ലോട്ടറിയുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോട്ടറി 1 lakh അടിച്ചാൽ 70 കയ്യിൽ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ 1 lakhലേക്ക് പിന്നെ എത്തേണ്ടി വരുന്നത്. ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണോ ഇഷ്യൂ അന്ന് അത് കംപ്ലീറ്റ്ലി റിസീവ് ചെയ്യും. അതിൻ്റെ മേലെ ടാക്സ് ഒന്നും ഡിഡക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ കാൽക്കുലേഷൻ ഇല്ല, ഗ്രോസ് അപ്പ് എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ ഇല്ല. ആ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, ടാക്സബിൾ ആക്കി കാണിച്ചാൽ മതി. നെക്സ്റ്റ്, തേർഡ് പറയുന്നത് ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്. ദീസ് ആർ ഇഷ്യൂഡ് ബൈ കമ്പനീസ് ഓർ കോർപ്പറേഷൻസ്. അപ്പോൾ ഇത് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ഓർ കോർപ്പറേഷൻ ആണ്. ദ ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ടാക്സ് ഫ്രീ ബട്ട് ദ ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ബൈ ദ കമ്പനി. അപ്പോൾ ഇൻട്രസ്റ്റ് ശരിക്കും ടാക്സ് ഫ്രീ എന്ന് ഇവിടെ നമ്മൾ ടാക്സ് ഫ്രീ എന്ന് പറഞ്ഞാൽ ടാക്സ് ഫ്രീ അല്ല, ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ബൈ ദ കമ്പനി. കമ്പനിയാണ് പേ ചെയ്യുന്നത്. ദ ഇൻവെസ്റ്റർ നീഡ് നോട്ട് പേ ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ സച്ച് സെക്യൂരിറ്റീസ്. ഇപ്പോൾ ടാക്സ് ഫ്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ടാക്സ് ഇല്ലെന്നല്ല, അതിൻ്റെ മേലെ ഇൻവെസ്റ്റർ ടാക്സ് പേ ചെയ്യേണ്ട, കമ്പനി ടാക്സ് പേ ചെയ്യുന്നു എന്നാണ് അർത്ഥം. From the investor's point of view, it is tax free. While computing income, the gross interest is included in the income. അപ്പം നമുക്ക് ഓൾറെഡി ടാക്സ് -8 ആണ് കിട്ടുന്നത്. ടാക്സ് ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേലെ സെപ്പറേറ്റ് ടാക്സ് ഒന്നും കൊടുക്കണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടാക്സ് മൈനസ് ചെയ്ത് കിട്ടുന്ന എന്തായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഗ്രോസ് അപ്പ് ചെയ്തിട്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. Next, less tax securities. These are securities from which tax at prescribed rate is
deducted and balance interest is paid to the investor. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രിസ്ക്രൈബ് ഡേറ്റിലുള്ള റേറ്റിലുള്ള ടാക്സ് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുണ്ടാവും. ബാക്കി നെറ്റ് ഇൻട്രസ്റ്റ് ആണ് ഇൻവെസ്റ്ററിന് പേ ചെയ്യുന്നത്. The TDS rate on interest is 10%. അതെന്ന് പറഞ്ഞാൽ 10% ആണ് അതിൻ്റെ മേലെ മൈനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? നെറ്റ് ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 90 ചെയ്യണം അല്ലേ? 10% മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ 90% ആണ്. അപ്പോൾ അതിനെ 100ലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു 100/90 വേണം ചെയ്യാൻ ലെസ് ടാക്സ് സെക്യൂരിറ്റീസിൻ്റെ കേസിൽ. അപ്പം നമ്മൾ കുറേ എന്തൊക്കെ കാൽക്കുലേഷനിൽ വരുന്ന ചേഞ്ചസ് വരുന്നതൊക്കെ നമ്മൾ പഠിച്ചു. അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്നതൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഡിഡക്ഷൻസ് പഠിക്കാനല്ലേ. ഡിഡക്ഷൻസ് അലവബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സ് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. The following deductions are allowable out of respective income while computing income from other source. എന്തൊക്കെയാണ്? ഒന്നാമത്തെ, in case of interest on securities or dividend, any reasonable amount by way of commission for the purpose of realizing the interest. ഇൻട്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ ചില സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റ് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മീഷൻ പേ ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലും കമ്മീഷൻ പേ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് മൈനസ് ചെയ്യാം. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കടം വാങ്ങിച്ചിട്ട് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വരാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച ലോണിൻ്റെ മേലെ നമ്മൾ കൊടുത്ത ഇൻട്രസ്റ്റ് അതൊരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് ലെറ്റിംഗ് ഓഫ് മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ വിത്ത് ഓർ വിത്തൗട്ട് ബിൽഡിംഗ്. ഇപ്പം നമ്മൾ ഫർണിച്ചറൊക്കെ ലെറ്റ് ഔട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ബിൽഡിങ്ങോടെ ബിൽഡിംഗ് ഇല്ലാതെയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ കേസിൽ എന്തൊക്കെ മൈനസ് ചെയ്യാം? കറണ്ട് റിപ്പയർസ് മൈനസ് ചെയ്യാം. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, ഡിപ്രീസിയേഷൻ, ഗ്രൗണ്ട് റെന്റ്, ഇത്രയും നമുക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്യാം. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് 1/3 or 15,000 whichever is less is allowed out of family pension. ഫാമിലി പെൻഷൻ നമ്മൾ ഇതിൽ ഈ ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഫാമിലി പെൻഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലെ നമുക്ക് 1/3 മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ 15,000 വിച്ച് എവർ ഈസ് ലെസ് നമുക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്യാം. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് സബ്ലെറ്റിംഗ് ഓഫ് എ ഹൗസ്, ദ റെന്റ്, റിപ്പയർസ് എക്സെട്ര റിഗാർഡിംഗ് സബ്ലെറ്റിംഗ് പോർഷൻ. സബ്ലെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ വരുന്ന റിപ്പയർസ്, പിന്നെ നമ്മൾ ഓൾറെഡി അത് റെന്റിന് എടുത്തിട്ടാണല്ലോ സബ്ലെറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ പേ ചെയ്ത റെന്റ്, ഇതൊക്കെ നമുക്ക് മൈനസ് ചെയ്യാം. Next, any other expense incurred wholly or exclusively for the purpose of earning such income. നമുക്ക് ആ കിട്ടിയ ഇൻകം, തന്നിരിക്കുന്ന ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റെ മേലെ വന്നിരിക്കുന്ന എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. നെക്സ്റ്റ്, ഫ്രം ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കോമ്പൻസേഷൻ ഓർ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ 50% ഓഫ് സച്ച് ഇൻകം ഷാൾ ബി ഡിഡക്റ്റഡ് ആൻഡ് നോ അതർ ഡിഡക്ഷൻ ഷാൾ ബി അലൗഡ്. ഇനി ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കോമ്പൻസേഷൻ അല്ലെങ്കിൽ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ അതിന് മേലെ 50% നമുക്ക് ഡിഡക്ട് ചെയ്യാം, വേറൊന്നും അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിഡക്ഷൻസ് പറഞ്ഞിരിക്കുന്നത്. അതിന് നെക്സ്റ്റ്, ഡിഡക്ഷൻസ് നോട്ട് അലവബിൾ. നമുക്ക് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ തന്നിട്ടുണ്ടാകും, പക്ഷെ നമുക്ക് നോട്ട് അലൗഡ് ആയിട്ടുള്ള ഐറ്റംസ്. ഒന്നാമത്തെ, എനി പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് ദ SSC. പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസ് വരുവാണെങ്കിൽ അതൊന്നും നമ്മൾ ഈ ഹെഡിൽ കൊണ്ട് മൈനസ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ വിത്തൗട്ട് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യ ആണ് പേ ചെയ്തിരിക്കുന്നത്, അതിൽ നമ്മൾ ടാക്സ് ഒന്നും ഡിഡക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്കിവിടെ മൈനസ് ചെയ്യാൻ പറ്റില്ല. എനി എമൗണ്ട് പെയ്ഡ് ആസ് വെൽത്ത് ടാക്സ് നമുക്ക് ഇതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റില്ല. എക്സ്പെൻസ് ഓർ ലോസ് ഇൻ കണക്ഷൻ വിത്ത് ഇൻകം ഫ്രം വിന്നിങ് ഫ്രം ലോട്ടറീസ്. നമ്മൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞാണല്ലേ, വിന്നിങ് ഫ്രം ലോട്ടറി, അതേപോലെ തന്നെ ബെറ്റിംഗ്, ഇതിൽ നിന്നൊന്നും ഒന്നും നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ക്യാഷ് പേയ്മെന്റ് എക്സീഡിങ് ₹10,000 ഇസ് ഡിസലൗഡ് 100%. നമ്മൾ ഓൾറെഡി എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, 10,000 കൂടുതൽ ക്യാഷ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ അത് കൺസിഡർ ചെയ്യില്ല, അപ്പോൾ അത് ഡിസലൗഡ് ആണ്. The payment exceeding ₹10,000 must be made in account payee check or account payee bank draft. അപ്പോൾ അത് account payee ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അത് ഈ കാൽക്കുലേഷനിൽ എടുക്കുകയുള്ളൂ. നെക്സ്റ്റ്, എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് എക്സംപ്റ്റഡ് ഇൻകം. ഫോർ എക്സാമ്പിൾ, കളക്ഷൻ ചാർജസ് ഓഫ് ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി. നമ്മൾ ഓൾറെഡി ഒരു ഇൻകം ടാക്സബിൾ ആകുന്ന കേസിൽ മാത്രമേ അതിൻ്റെ മേലെ നമുക്ക് ഡിഡക്ഷൻ അതിൽ നിന്ന് മാത്രമേ മൈനസ് ചെയ്യുള്ളൂ. അപ്പോൾ ടാക്സബിൾ അല്ലാത്ത ഒരു ഇൻകം വരുവാണ്, അതിൻ്റെ മേലെ നമുക്ക് എക്സ്പെൻസ് വന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് മൈനസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് നമ്മൾ ടാക്സബിൾ അല്ലെന്ന് പറഞ്ഞു അല്ലേ, അപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് വന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് എവിടെ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് ഒരു കാര്യം നമുക്കിതിൽ പഠിക്കാനുള്ള ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഈസ് ടാക്സബിൾ ടു ദ പേഴ്സൺ
whose name appears in the register of debentures or bond holder. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ആർക്കാണ് അത് ടാക്സബിൾ ആവുന്നത്, ആരുടെ പേരാണോ അയാളാണെന്നുള്ളത് റിസീവ് ചെയ്യേണ്ട പേഴ്സൺ. അപ്പോൾ ആരുടെ പേരിലാണോ അത് ഇരിക്കുന്നത്, ഡിബഞ്ചർ ആയിക്കഴിഞ്ഞാൽ ബോണ്ട് ആയിക്കഴിഞ്ഞാൽ. In bond washing transaction, a person sells the security just before the payment of interest to a friend or relative who does not have taxable income. അപ്പം നമ്മൾ ഈ ചില കേസിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കിപ്പം ഒരുപാട് ഇൻകം ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പം എൻ്റെ കയ്യിൽ നമുക്ക് 2,50,000 മേലെ ഉണ്ടെങ്കിൽ ടാക്സബിൾ ആവുന്നുള്ളൂ. അപ്പം എനിക്ക് ഓൾറെഡി 2,50,000 മേലെ ഇൻകം ഉണ്ട്. അപ്പം ഇനി ഒരു ഇൻട്രസ്റ്റ് കൂടി കിട്ടുവാണെങ്കിൽ എന്തായാലും അത് ടാക്സബിൾ ആവും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കേസിൽ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ അതെന്ത് ചെയ്യാം, വേറൊരാളുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്യാം, അയാൾക്ക് ടാക്സബിൾ ഇൻകം ഇല്ലാത്ത ഒരാളുടെ പേരിൽ. അപ്പോൾ അവിടെ നമുക്ക് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. After payment of interest, the securities will be purchased back by the seller. ഇനി ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും, അത് നമ്മൾ തിരിച്ചു വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ദ ഇൻട്രസ്റ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് ദ ട്രാൻസ്ഫറി. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് അത് ഫ്രണ്ടിൻ്റെ പേരിലായിരുന്നു അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ കൊടുത്തത് അയാളുടെ പേരിലായിരുന്നു. അപ്പോൾ അയാളാണ് ആ ഇൻട്രസ്റ്റിൻ്റെ റിസീവർ, അയാളുടെ പേരിലാണ് അത് അസസ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ പേരിൽ അസസ് ചെയ്തിട്ട് കാര്യമില്ല, അയാൾക്ക് ടാക്സബിൾ ഇൻകം ഇല്ല. The seller is escaped from the tax on interest. അപ്പോൾ സെല്ലറിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. The tax paid by the buyer, if any, will be paid by the seller secretly. അപ്പം നമ്മൾ ബയർ ഇനിയിപ്പം എന്തെങ്കിലും ടാക്സ് വരുവാണെങ്കിൽ അതെന്ത് ചെയ്യും, ഈ സെല്ലർ അയാൾക്ക് കൊടുത്തിരിക്കും. ചെറിയ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ, മീൻസ് ടാക്സ് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ എന്തെങ്കിലും കേസിൽ ഇൻ കേസ് ടാക്സ് വരുവാണെങ്കിൽ, ദിസ് ഈസ് ടു ഇവേഡ് ടാക്സ്. ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ ഇവേഷൻ ഓഫ് ടാക്സ്, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ദാറ്റ് where the security is transferred and reacquired, the interest received will be deemed as the income of the seller and not of the buyer. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ ആരാണോ ട്രാൻസ്ഫർ ചെയ്ത്, ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്ന കണ്ടുവാണെങ്കിൽ, ഒരാൾ ട്രാൻസ്ഫർ ചെയ്തു അത് പിന്നെയും റീഅക്വയർ ചെയ്തു എന്ന് കാണുവാണെങ്കിൽ, അത് ആരാണോ ശരിക്കുള്ള ആ സെല്ലർ അയാളുടെ പേരിൽ തന്നെ ടാക്സബിൾ ആയിട്ട് കണക്കാക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം ഇതിലുള്ള നമ്മൾ പറഞ്ഞ കണ്ടീഷൻസും അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. Mr. A is a professor in a college and he submits before you the following details of his income. ഇപ്പം എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പറയുന്ന റോയൽറ്റി ഇൻകം ഫ്രം ബുക്സ് പബ്ലിഷ്ഡ്, ബുക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ റോയൽറ്റി ഇൻകം കിട്ടിയിട്ടുണ്ട്, 2 lakh ടാക്സബിൾ ആണ് അല്ലേ. ഹീ ക്ലെയിംസ് ദ ഫോളോയിങ് ഡിഡക്ഷൻ ഫ്രം ഹിസ് എമൗണ്ട്. അപ്പോൾ അയാൾ പറയുന്ന കുറച്ച് ഡിഡക്ഷൻസ് ഇതിൽ കാണിക്കാനുണ്ട് എന്ന് വെച്ചാൽ ഇതിന് വേണ്ടി കുറച്ച് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ എക്സ്പെൻസ് ഒക്കെ മൈനസ് ആയിട്ട് മാത്രമേ നമുക്കത് കാണിക്കേണ്ടുള്ളൂ അല്ലേ, ഇൻകം. അപ്പോൾ ഒന്നാമത്തെ സാലറി ടു എ ക്ലർക്ക് ഹു അസിസ്റ്റഡ് him in the work associated with the book 60,000. അപ്പോൾ നമ്മളൊരു ക്ലർക്കിനെ വെച്ചിട്ടുണ്ടായിരുന്നു ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അയാൾക്ക് കൊടുത്ത സാലറി 60,000. അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്, നമുക്ക് മൈനസ് ചെയ്യാം. നെക്സ്റ്റ് purchased books or that is annual publication worth ₹5,000 in connection with the preparation of book. അപ്പോൾ ഈ ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ആനുവൽ പബ്ലിക്കേഷൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും, അതിന് 5,000 ആണ്. അപ്പോൾ അത് ജെന്യൂൻ ആണ്, നമുക്കത് മൈനസ് ചെയ്യാം. നെക്സ്റ്റ് ടെലിഫോൺ എക്സ്പെൻസ് ഓഫ് ₹12,000 attributed to the publication of the book. ബുക്ക് പബ്ലിക്കേഷന് വേണ്ടി വന്ന കുറച്ച് കോൾസിന് വേണ്ടി നമുക്ക് വന്നിരിക്കുന്ന ടെലിഫോൺ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. അപ്പോൾ ഒരു ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ഇൻകം നേരെ എടുത്ത് ടാക്സ് ചെയ്യല്ല ചെയ്യുന്നത്, അതിനെന്തെങ്കിലും നമുക്ക് ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മൈനസ് ചെയ്ത് ബാക്കി മാത്രം ടാക്സ് ചെയ്താൽ മതി. രണ്ടാമത്തെ ഇൻകം ഫ്രം ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ഇൻ ജേർണൽ 25,000. അതേപോലെ ഇൻകം ഫ്രം ആർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്, 25,000 ടാക്സബിൾ ആണ്. അപ്പോൾ അതിൽ നമുക്ക് എക്സ്പെൻസ് ഒന്നും തന്നില്ല, അപ്പോൾ നേരെ ടാക്സബിൾ ആയിരിക്കും. ഹി റിസീവ്ഡ് ₹2,500 പെർ ലെക്ചർ ഡെലിവേർഡ് അറ്റ് വേരിയസ് കോളേജസ്. ഇപ്പോൾ ഓരോ കോളേജിലും നമ്മൾ ലെക്ചർ കൊടുക്കാൻ പോകുന്നുണ്ട്, അതിൽ ഒരു ലെക്ചറിന് 2,500 രൂപയാണ് റിസീവ് ചെയ്യുന്നത്. ഡ്യൂറിങ് ദ ഇയർ ഹി ഡെലിവേർഡ് 8 സച്ച് ലെക്ചേഴ്സ്. 8 ലെക്ചർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ 8 × 2,500 ആണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. കാർ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ ലെക്ചർ ₹8,000. അപ്പോൾ അവിടെ ലെക്ചർ ചെയ്യാൻ വേണ്ടി പോകുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് 8,000 വന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ട് ബാക്കി മാത്രമേ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എക്സാമിനർഷിപ്പ് ഫീ 15,000. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, അതർ ദാൻ എംപ്ലോയർ ആണ് നമ്മളിത് റിസീവ് ചെയ്യുന്ന ആളോട്, പ്രൊഫസറാണ്, പക്ഷേ എക്സാമിനർഷിപ്പ് ഫീ റിസീവ് ചെയ്യുന്ന എംപ്ലോയറുടെ കയ്യിൽ നിന്നല്ല. അപ്പോൾ അതർ ഇൻകത്തിൽ നമുക്ക് ടാക്സബിൾ ആക്കാം 15,000.
Next, winning from card games and betting rupees 6,500. Winning from chess 5,000. വിന്നിങ് നമുക്ക് വിൻ ചെയ്ത എമൗണ്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പം നമ്മളവിടെ ഗ്രോസപ്പിൻ്റെ കാര്യമൊന്നും വരുന്നേയില്ല, നേരെ എടുത്ത് ടാക്സബിൾ ആക്കിയാൽ മതി. Next, during the year, he received interest on US government bond 5,000. അപ്പം ഫോറിൻ ഗവൺമെൻറ് ബോൺസിൻ്റെ ആണ്, അപ്പം നേരെ നമുക്ക് ടാക്സബിൾ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഫ്രം എ ലിമിറ്റഡ് കമ്പനി നോട്ട് ലിസ്റ്റഡ് 18,000 ആൻഡ് ഡിവിഡൻഡ് ഫ്രം എ ലിസ്റ്റഡ് കമ്പനി എൻഗേജ്ഡ് ഇൻ ടീ മാനുഫാക്ചറിങ് 40,000. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഇനി നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ, എത്രയായിരുന്നു? 18,000 ആണ്. അപ്പോൾ 18,000 ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഫ്രം എ ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെ ഗ്രോസ് അപ്പ് ചെയ്യണം. ഇൻട്രസ്റ്റ് നമുക്ക് ടാക്സ് -8 ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഡിവിഡൻഡ് ഫ്രം എ ലിസ്റ്റഡ് കമ്പനി. ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനിയാണ്. അപ്പം നമുക്കത് ടാക്സബിളേ അല്ല. Next, he has fixed deposit of 1 lakh carrying 8% interest with Allahabad Bank. ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതിനെ മേലെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പം 1 ലാഖിൻ്റെ 8% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അതും നമുക്ക് ടാക്സബിൾ ആണ്. അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിക്കോ. ഫോമാറ്റ് എന്ന് പറയാനൊന്നുമില്ല, എല്ലാ ഐറ്റം എഴുതി ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ. ഇപ്പം നമുക്ക് നോക്കാം, ഇങ്ങനെ തന്നെയല്ലേ ചെയ്തേക്കണത്. ആദ്യം നമ്മൾ ഒന്നാമത് നമുക്ക് തന്നിരിക്കുന്ന റോയൽറ്റി ഇൻകം ആണ്. റോയൽറ്റി ഇൻകത്തിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്യാൻ വേണ്ടി 3 എക്സ്പെൻസ് തന്നിട്ടുണ്ടായിരുന്നു. 3 നമുക്ക് മൈനസ് ചെയ്യാം. നിങ്ങൾക്ക് ഓരോന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് മൈനസ് ചെയ്യണം, അങ്ങനെ മൈനസ് ചെയ്യാം. ടോട്ടൽ എടുത്ത് മൈനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ലാഖിൽ നിന്ന് 3 എക്സ്പെൻസും മൈനസ് ചെയ്തു. നെക്സ്റ്റ്, ഇൻകം ഫ്രം ആർട്ടിക്കിൾസ് പബ്ലിഷ്ഡ് 25,000. അതിൽ നമുക്ക് എക്സ്പെൻസ് ഒന്നും ഇല്ല, നേരെ മൈനസ് ചെയ്യാം. നേരെ എക്സ്പെൻസ് ഇൻകം നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. നെക്സ്റ്റ്, ഇൻകം ഫ്രം ലെക്ചർ 2,500 ആണ് പെർ ലെക്ചർ. 8 ലെക്ചർ ഉണ്ടായിരുന്നു, അതിന് മൈനസ് ചെയ്യാനുള്ള എക്സ്പെൻസ് 8,000. അപ്പോൾ നമുക്ക് 12,000 ടാക്സബിൾ ആയി. എക്സാമിനർഷിപ്പ് ഫീ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, സെയിം എമൗണ്ട് തന്നെ, അതിൽ നിന്നൊന്നും നമുക്ക് എക്സ്പെൻസ് ഒന്നും വന്നിട്ടില്ല. വിന്നിങ് ഫ്രം കാർഡ് ഗെയിംസ് ആൻഡ് ബെറ്റിംഗ് സെയിം എമൗണ്ട് നമ്മൾ ടാക്സബിൾ ആവും. വിന്നിങ് ഫ്രം ചെസ്സും സെയിം എമൗണ്ട്. അപ്പോൾ നമുക്കിത് കയ്യിൽ കിട്ടിയ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഗ്രോസപ്പിൻ്റെ കാര്യം നോക്കേണ്ടതുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ US ഗവൺമെൻറ് ബോണ്ട് ഫുള്ളി ടാക്സബിൾ ആയി. ഇൻട്രസ്റ്റ് ഓൺ അതർ ഡിബഞ്ചേഴ്സ് വേറെ വരുന്ന സെക്യൂരിറ്റീസ് ആവുന്ന സമയത്ത് 18,000 ഇൻറ്റു 100/90 നമ്മളത് ഗ്രോസപ്പ് ചെയ്തെടുക്കണം, 20,000 ആയി മാറി. നെക്സ്റ്റ്, ഡിവിഡൻഡ് ഇന്ത്യൻ കമ്പനിയാണ്, നമുക്കത് ടാക്സബിൾ അല്ല. ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി എന്ന് പ്രത്യേകം പറഞ്ഞാൽ മാത്രം ടാക്സബിൾ ആക്കിയാൽ മതി. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഇപ്പോൾ 1 ലാഖിൻ്റെ 8% ആണ് ഇൻട്രസ്റ്റ്. നമ്മൾ ഡ്യൂ ബേസിസിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിസീവ് ചെയ്തെന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ടാക്സബിൾ ആക്കാം 1 ലാഖിൻ്റെ 8%. ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ഫ്രം അതർ സോഴ്സസ് വന്നു. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. അപ്പോൾ അതിൽ കുറച്ച് റൂൾസ്, ആദ്യം നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ വരുന്ന ഐറ്റംസ് പഠിച്ചു. അതിനുശേഷം നമ്മൾ അതിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ട്. ചില ഐറ്റംസിനെ നമ്മൾ എടുക്കുമ്പം ഗ്രോസ് അപ്പ് ചെയ്യണം, ചിലതിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എവിടെ നിന്നൊക്കെ എക്സ്പെൻസ് മൈനസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ ഡിഡക്ഷൻസ് പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഡിഡക്ഷൻസ് നമുക്ക് അലൗഡ് ആണ്, എന്തൊക്കെ അലൗഡ് അല്ല. പിന്നെ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ്, അതേപോലെ തന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻസ് വരുന്നത് എന്ന്. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്തു. അപ്പം ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതേപോലത്തെ പ്രോബ്ലംസ് മാത്രമേ ഇതിൽ വരുള്ളൂ. നമുക്ക് തന്നതിൽ എന്ത് ചെയ്യാം, ടാക്സബിൾ ആയ ഇൻകം എടുത്ത് എഴുതാം. അതിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെൻസ് പറയുകയാണെങ്കിൽ അത് മൈനസ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ സെക്യൂരിറ്റിയുടെ കേസിൽ പറയും, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് സെക്യൂരിറ്റി വാങ്ങിച്ചെന്ന് പറയുകയാണെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അത് മൈനസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ മൈനസ് ചെയ്തിട്ട് ബാക്കി മാത്രം ടാക്സബിൾ ആയിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.